നമസ്കാരം. നമുക്കറിയാം, ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്റെ നിലവിലെ പ്രശ്നം അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം ഇന്ത്യയിൽ ഉടനീളം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ദൂരയാത്ര നടത്തുന്നത് നിലവിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റിലയൻസ് ജിയോ അതിനൊരു പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഉടനീളം ഫാസ്റ്റ് ചാർജിംഗ് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദ സ്റ്റാർസ്. എന്റെ പേര് ശ്യാം വിഷ്ണോത്ത്. 2021 റിലയൻസ് ജിയോ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഫാസ്റ്റ് ചാർജിംഗ് ഇന്ത്യയിൽ ഉടനീളം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ജിയോ BP പൾസ് എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ചത്. ഇലക്ട്രിക് 2 വീലറുകൾക്കും 3 വീലറുകൾക്കും 4 വീലറുകൾക്കും വേണ്ടിയാണ് ആദ്യപടിയായി ജിയോ BP പൾസ് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് കൊണ്ടുവരുന്നത്. B2Bയും B2Cയുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതായത് ബിസിനസ് ടു ബിസിനസും ബിസിനസ് ടു കൺസ്യൂമേഴ്സും. B2Bക്ക് വേണ്ടി ഓഫീസുകളിലും കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളിലും ബസ് സ്റ്റോപ്പിലും ഒക്കെയായിരിക്കും ഇവരുടെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. B2Cക്ക് വേണ്ടി പബ്ലിക് പാർക്കിങ്ങിലും ഹോട്ടലുകളിലും പെട്രോൾ പമ്പുകളിലും ഷോപ്പിംഗ് മാളുകളിലും അതേപോലെ എയർപോർട്ടിലുമൊക്കെയാണ്. നിലവിൽ ജിയോ BP പൾസിന് ഏറ്റവും കൂടുതൽ ചാർജിംഗ് സ്റ്റേഷൻ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ റിലയൻസ് ഷോപ്പിംഗ് മാളിൽ മാത്രം 90 ഇലക്ട്രിക് കാറുകൾക്ക് ഒരേ സമയം ഫാസ്റ്റ് ചാർജിംഗ് ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ജിയോ BP പൾസിന് സ്ലോ ചാർജിംഗും അതേപോലെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും ഉണ്ട്. ഈ ചാർജിംഗ് സംവിധാനത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാശ് നൽകിയും ഫ്രീ ആയിട്ടും വണ്ടികൾ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് വണ്ടികൾ ചാർജ് ചെയ്യാൻ അവർ നൽകുന്നത് 7 കിലോവാട്ട് ചാർജറാണ്. കാശ് കൊടുത്താൽ നമുക്ക് അവരുടെ 60 കിലോവാട്ട് ചാർജർ ഉപയോഗിക്കാൻ സാധിക്കും. 60 കിലോവാട്ട് ചാർജറിൽ ഇലക്ട്രിക് കാറുകൾ ഏകദേശം 1 മണിക്കൂറിൽ ഫുൾ ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനവർ ചാർജ് ചെയ്യുന്നത് 1 കിലോവാട്ട് അവറിന് 21 രൂപയാണ്. അതേപോലെ ജിയോ BP പൾസിന് ബാറ്ററി സ്വാപ്പിംഗ് സംവിധാനവും ഉണ്ട്. നിലവിൽ ഇവർക്ക് ടൈപ്പ് ഉള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹീറോ ഇലക്ട്രിക്, സൊമാറ്റോ, MG മോട്ടോഴ്സ് അതേപോലെ സിട്രോണും ഒക്കെ ആയിട്ടാണ്. ജിയോ BP പൾസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ചാർജിംഗ് സ്റ്റേഷൻസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ചാർജിംഗ് സ്റ്റേഷനിൽ ചെന്ന് QR കോഡ് സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് ആവശ്യമുള്ള എനർജി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കാശ് മൊബൈൽ വഴി കൊടുത്ത് ചാർജ് ചെയ്യുന്നു. അത്രമാത്രം സിമ്പിൾ. നിലവിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി 200-ൽ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷൻസ് മാത്രമാണ് ജിയോ BP പൾസിന് ഉള്ളത്. പക്ഷേ അത് നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ആരാണെന്നും അവരുടെ ബിസിനസ് ബുദ്ധി എന്താണെന്നും. മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ജിയോ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ EV ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം ഇന്ത്യയിലുടനീളം കൊണ്ടുവന്ന് ഈ മേഖലയിലും ജിയോ BP പൾസ് ആധിപത്യം സ്ഥാപിക്കുമോ എന്ന കാര്യം തള്ളിക്കളയാൻ സാധിക്കില്ല. മാത്രമല്ല, ജിയോ ഇലക്ട്രിക് സ്കൂട്ടർ ഭാവിയിൽ ഇന്ത്യൻ റോഡുകളിൽ കാണാമെന്നുള്ള റൂമേഴ്സും കേൾക്കുന്നുണ്ട്. തുടക്കത്തിലെ നഷ്ടം സഹിച്ച് മത്തി വിൽക്കുന്നത് പോലെ വളരെ ചെറിയ വിലയ്ക്ക് ഫോണുകൾ വിൽപ്പന നടത്തി ഫ്രീ ആയിട്ട് നെറ്റ്വർക്ക് കണക്ഷൻ കൊടുത്ത് ഭൂരിഭാഗം ആളുകളെയും ജിയോ വരിക്കാരാക്കിയതിനു ശേഷം എല്ലാത്തിനും ചാർജ് വർദ്ധിപ്പിച്ച് നഷ്ടപ്പെട്ടതിന്റെ 1000 മടങ്ങ് ലാഭം ഉണ്ടാക്കുന്നവരാണ് റിലയൻസ് എന്ന് തെളിയിച്ചതാണ്. അവർക്ക് എന്തുകൊണ്ട് ജിയോ BP പൾസ് ഫാസ്റ്റ് ചാർജിംഗിന്റെ കാര്യത്തിലും അത്തരത്തിൽ ചിന്തിച്ചുകൂടാ? നിലവിൽ ഇവരുടെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം എവിടെയും എത്തിയിട്ടില്ലെങ്കിലും അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അവരത് കൊണ്ടുവരും. അതിനുശേഷം ജിയോ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കി തുടങ്ങാനാണ് സാധ്യത കാണുന്നത്. മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ വളരെ വിലക്കുറവിൽ ജിയോ ഇലക്ട്രിക് വണ്ടികൾ വിൽപ്പന നടത്തി ഈ മേഖലയിലും അവരുടെ ആധിപത്യം സാധിച്ചെടുക്കുന്നത് കാണാൻ നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ എന്നും ഉണ്ടാവും.